Good morning children. Today we are moving to practical geometry chapter 15 and let us begin with the constructions. Okay, practical geometry means we are doing some constructions. First one is construction of a line which is parallel to the given. ഒരു ലൈൻ നമുക്ക് തന്നിട്ടുണ്ടാവും, അതിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, പ്രാക്ടിക്കൽ ജോമെട്രി റിലേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് ജോമെട്രിക്കൽ ബേസിക് ജോമെട്രിക്കൽ concepts ആണ്. Okay, and here we have to use only scale, compass and protractor. Okay, and the things are very clear to you. Okay, so let us start with the first type of construction of a line parallel to a given line ആണ്. Okay, through a point not on the line is there, that we are not considering. We needn't want to give more importance. Okay, so let us begin. First a line is given to us, so this is the given line is L. So for understanding this one, let me write given line. This is given ആണ് കേട്ടോ, ഇത് already given ആണ്. Now what you have to do is you have to draw another line which is parallel to this one ആണ്. ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് വേസിലൂടെ ചെയ്യാം. വൺ ഈസ് യൂസിങ് പ്രൊട്രാക്ടർ ഓൺലി ആൻഡ് വൺ ഈസ് യൂസിങ് കോമ്പസ് ഓൺലി ആണ്. ഓക്കെ, ടീച്ചർ വിൽ എക്സ്പ്ലെയിൻ ബോത്ത് ദ മെത്തേഡ് വിച്ച് വൺ യു ഫീൽ ഈസി ഫോളോ ദാറ്റ് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് വൺ ലെറ്റ് മീ ഗോ ത്രൂ വിത്ത് പ്രൊട്രാക്ടർ ആണ്. For doing with protractor, they told you to select a point not on the line എന്നാണ്. ഈ ലൈനിൽ അല്ലാത്തൊരു പോയിന്റ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ടീച്ചർ എന്താ ചെയ്യുന്നറിയോ, ആദ്യം ഇവിടെ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. ഈ പറഞ്ഞ പോയിന്റ് അല്ല, നമുക്കൊരു ഇഷ്ടമുള്ള ഒരു പോയിന്റ് ടീച്ചർ ഇവിടെ സെലക്ട് ചെയ്തു. ടീച്ചർ അതിന് പി എന്ന് പേര് കൊടുത്തു, ലെറ്റ് ഇറ്റ് ബി പി എന്ന് കൊടുത്തു. ഇനി ടീച്ചർ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് മെത്തേഡ്. ഇതാ പിയിൽ വന്നിട്ട് പ്രൊട്രാക്ടർ വെച്ചു. പ്രൊട്രാക്ടർ കറക്റ്റ് ആയിരിക്കണം ആൻഡ് ട്രൈ ടു കീപ് 90 ഡിഗ്രി ആൾവേസ്. ഇത് കുറച്ച് ക്ലിയർ അല്ല, എന്നാൽ നിങ്ങൾ നല്ല പ്രൊട്രാക്ടർ യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 90 ഡിഗ്രി ടീച്ചർ ഫോം ചെയ്തു. ഇതാ ഈ 90 ഡിഗ്രി ഫോം ചെയ്തിട്ട് ഇതാ ഈ പി ആയിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്തു ആണല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതാ ഇവിടെ മുതൽ ഇവിടെ വരേണ്ട ഈ ഡിസ്റ്റൻസ്, അതിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാനിപ്പോൾ ഇവിടെയാണ് സെലക്ട് ചെയ്ത് ക്യൂ എന്ന പോയിൻ്റ് അങ്ങോട്ട് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ലെങ്ത്ത് കൊടുക്കാം. ടീച്ചർ ചെറിയ കൺസ്ട്രക്ഷൻ ചെറുതാക്കാൻ വേണ്ടിയിട്ട്, ഫിഗർ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് മെഷർമെൻ്റ് ഒന്നുമില്ല, സിംപ്ലി ആയിട്ട് ഒക്കെ പോയിൻറ്റ് ക്യൂ എന്നെടുത്തു. ഇനി ഇതേ പ്രൊട്രാക്ടർ ടീച്ചർ എന്ത് ചെയ്തു, ക്യൂവിലാണ് വെക്കുന്നത്. ഇനി വെക്കുന്നത് ക്യൂവിലാണ്. കാരണം ക്യൂവിൽ നമ്മളിനി 90 ഡിഗ്രി തന്നെയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. 90 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യുന്നത്. ആ 90 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം ടീച്ചർ ഇതാ ഈ ലൈൻ ക്യൂ ആയിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യാണ്. സ്കെയിൽ വെച്ചു, ഇതാ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അത് എന്തുകൊണ്ടാണ്, വൈ ഷുഡ് വി ഡ്രോ 90 ഡിഗ്രി എന്തുകൊണ്ടാണ് വരച്ചത്? ഇതാണ് പുതിയ ലൈൻ എം എന്നുള്ളത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ് ആയി. എൽ പാരലൽ ടു എം ആയി. വൈ ടീച്ചർ ഹാസ് സെലക്റ്റഡ് 90 ഡിഗ്രി ഇൻ ഈച്ച് കേസ് എന്ന് പറയാൻ കാരണം ദാ ഇവിടെ നമ്മൾ 90 ഡിഗ്രിയിലാണ് തുടങ്ങിയത്. അതേ 90 ഡിഗ്രി നമ്മൾ ഇവിടെയും വരച്ചു. വൈ? ബിക്കോസ് ഇത് ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് സെയിം ആയിട്ട് വന്നാൽ ലൈൻ ഷുഡ് ബി പാരലൽ എന്നാണ്. ഓക്കെ, പ്രോപ്പർട്ടി ഓഫ് പാരലൽ ലൈൻസ് ആയിരുന്നു നമ്മൾ പഠിച്ചതായിരുന്നു. പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റഡ് ബൈ എ ട്രാൻസ്വേഴ്സൽ ആൻഡ് ഓൾ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ദിസ് ഈസ് ഗുഡ് ടു യു. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 90 ഡിഗ്രിയാണ് ടീച്ചർ എടുത്തത്. പി ആദ്യം സെലക്ട് ചെയ്തു, കാരണം നമുക്ക് പ്രൊട്രാക്ടർ വെക്കണമെങ്കിൽ ഒരു പോയിന്റ് വേണ്ടേ. ദാറ്റ്സ് വൈ വി ഹാവ് സെലക്റ്റഡ് പി. At P, make an angle of 90 degree. Then on 90 degree ray, you select a point Q. ഒരു ഇഷ്ടമുള്ള ഒരു പോയിന്റ് Q. Wherever you need on this ray, you have to select. Then again make an angle of 90 degree at Q. Extend the line. You have M parallel to L എന്ന് കിട്ടിക്കഴിഞ്ഞു. Next one teacher is explaining through compass that is given in your textbook ആണ്. Okay, so first given line is given to us. ഇതാ ലൈൻ തന്നിട്ടുണ്ട്, L എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി അവർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു പി ക്യൂ വരയ്ക്കാനാണ്. ഓക്കെ, ഇഷ്ടമുള്ള സ്ലാൻഡിങ് ആവാം, സ്ട്രെയിറ്റ് വെർട്ടിക്കൽ ആവാം, സ്ലാൻഡ് ആവാം, ഒക്കെ ആവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്ലാൻഡ് ആയിട്ട് എടുത്തു. വെർട്ടിക്കലും എടുക്കാം, നോ പ്രോബ്ലം അറൈസസ്. ടീച്ചർ സ്ലാൻഡ് ആയിട്ട് എടുത്തു. അപ്പോൾ അതാ പി എടുത്തു, ഇവിടെ ക്യൂ എടുത്തു. പി ക്യൂ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഈ ക്യൂവിലൂടെയാണ് ആ ലൈൻ പാസ് ചെയ്ത് പോകേണ്ടത് അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ വരച്ച പോലെ എം വരച്ച പോലെ ക്യൂവിലൂടെ വരയ്ക്കണം എമ്മിനെ. അപ്പോൾ വരയ്ക്കാനായിട്ട് ടീച്ചർ പ്രൊട്രാക്ടർ എടുത്തു. പ്രൊട്രാക്ടറിൽ കോമ്പസ് എടുത്തു. പി നീഡിൽ ഇതാ പിയിൽ നീഡിൽ വെച്ചു. ഇഷ്ടമുള്ള റേഡിയസ് ആട്ടോ, ഇതിൽ മെഷർമെൻ്റ് ഒന്നുമില്ല. ടീച്ചർക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഞാനൊരു ആർക്ക് വരച്ചു. ഓക്കെ, പക്ഷേ റേഡിയസ് ചേഞ്ച് ചെയ്യാതെ തന്നെ ടീച്ചർ അതിനെ ക്യൂവിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അതാ ക്യൂവിൽ വെച്ചു. എന്നിട്ട് ക്യൂവിൽ നിന്നും ഒരു ആർക്ക് ഇതാ ഈ ഡയറക്ഷനിൽ കേട്ടോ, കാരണം ഇപ്പുറത്തോട്ട് വരയ്ക്കരുത്, കാരണം ഇവിടെ നമുക്ക് ലൈനൊന്നുമില്ല. അപ്പോൾ ഈ ലൈനിൽ നിന്ന് വേണം സ്റ്റാർട്ടിങ്. ആ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു. ആദ്യം
പിയിൽ നിന്ന് ഒരു ആർക്ക് വരച്ചു, അത് ക്ലോസ്ഡ് ആർക്കായി. പക്ഷേ ഇവിടെ നോക്കൂ, ഇത് ഓപ്പൺ ആർക്കാണ്, ഇവിടെ കട്ടിങ് ഇല്ലല്ലോ, ഇവിടെ ഒരു കട്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഈ ലെങ്ത്ത് ഞാൻ ഇനി എടുക്കാൻ പോവുകയാണ്. ഈ ആർക്ക് ലെങ്ത്ത് ഞാൻ അങ്ങോട്ട് എടുത്തു. ഈ ആർക്ക് ലെങ്ത്ത് എടുത്തിട്ട് ചേഞ്ച് ചെയ്യാതെ ഇവിടെ കൊടുന്ന് ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പോൾ എനിക്കിവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വന്നു കഴിഞ്ഞു. ഇനി ഞാൻ ഈ ക്യൂ ആയിട്ട് ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനെ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടീച്ചർക്ക് വീണ്ടും ഒരു ലൈൻ കിട്ടി. ദാറ്റ് ഈസ് കോൾഡ് എം. നൗ എൽ ഈസ് പാരലൽ ടു എം. ഇവിടെയും ടീച്ചർ അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഐസോസെലസ് ട്രയാങ്കിൾ തന്നെയാണ്. ഇപ്പോൾ ലിറ്റിൽ ബിറ്റ് 70 ഡിഗ്രി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 70 ഡിഗ്രിയാണ് ഇവിടെയെങ്കിൽ സെയിം 70 ഡിഗ്രി ഇവിടെയും വരും. ഓക്കെ, യൂസിങ് ദ സെയിം പ്രോപ്പർട്ടി, ഓൾട്ടർനേറ്റ് തന്നെയാണ്, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. ബട്ട് ദിസ് ഈസ് യൂസിങ് കോമ്പസ് ആണ്, ഇത് നിങ്ങൾക്ക് പൊട്രാക്ടറാണ്. അപ്പോൾ ഐ തിങ്ക് യു ഹാവ് ടു യൂസ് പൊട്രാക്ടർ മെത്തേഡ്. ഓക്കെ, ദറ്റ് ഈസ് ഗുഡ് ടു യു, ഐ തിങ്ക്. ക്ലിയർ ടു ഓൾ. അപ്പോൾ ഇവിടെ ആദ്യം എന്താ ചെയ്ത് ഒരു ലൈൻ വരച്ചു, ലൈനിൽ നിന്ന് ഒരു 90 ഡിഗ്രി, ആ 90 ഡിഗ്രി റേയിൽ ഒരു പോയിന്റ് ക്യൂ, അറ്റ് ക്യൂ എഗെയിൻ ഒരു 90 ഡിഗ്രി ഫോം ചെയ്തപ്പോൾ യു ഹാവ് എ സ്ട്രെയിറ്റ് ലൈൻ, എൽ പാരലൽ ടു എം ഐ. ഇവിടെ സെയിം മെത്തേഡാണ്. അപ്പോൾ ആദ്യം ആർക്സ് വരയ്ക്കുക, ഇവിടെ പിയിലും ക്യൂലും ആർക്സ് വരച്ചു. ഈ ആർക്കിനെ കട്ട് ചെയ്യാനായിട്ട് ഈ ആർക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ കോമ്പസിലെടുത്തു. ആ ആർക്ക് ലെങ്ത്ത് ചേഞ്ച് ചെയ്യാതെ ഈ പോയിന്റ് ആട്ടോ, ഇവിടെ വെച്ചിട്ട് ചെയ്യരുത്, ഇവിടെ വെച്ചിട്ടാണ്, ഇതാണ് തുടക്കം. ഇവിടുന്ന് കട്ട് ചെയ്തു, വരച്ചു കഴിഞ്ഞു. ഓക്കെ, ലെറ്റ് us മൂവ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പീറ്റേഷനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ റിപ്പീറ്റേഷനാണ്. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എടുത്തപ്പോൾ പി ക്യൂ എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്താണ് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പി ക്യൂ എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ സെലക്ട് ചെയ്യണം. അതായത് 3 സെൻറ്റിമീറ്ററും അടുത്തതോ 5.1 ആണ്. അത് ചേഞ്ച് ചെയ്യരുത്. അപ്പോൾ നമുക്ക് തുടങ്ങുകയല്ലേ. ഫസ്റ്റ് ടീച്ചർ പറഞ്ഞത് എന്തായിരുന്നു, ഒരു ലൈൻ വരയ്ക്കുക എന്നാണ്. ഇഷ്ടമുള്ള ഒരു ലൈനാണ് കേട്ടോ, ലൈനിന് മെഷർമെൻ്റ് ഒന്നും ഇല്ലല്ലോ. വരയ്ക്കുക, അപ്പോൾ തന്നെ പേര് കൊടുക്കുക, ലെറ്റ് ഇറ്റ് ബി എൽ കൊടുത്തല്ലോ. ഇനി ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് പൊട്രാക്ടർ വെക്കണമെങ്കിൽ ഒരു പോയിന്റ് വേണം. അപ്പോൾ ഒരു പോയിന്റ് ജസ്റ്റ് മാർക്ക് ചെയ്തു, അവിടെ ഞാൻ പൊട്രാക്ടർ വെച്ചു. ആ പൊട്രാക്ടർ വെക്കുന്ന പോയിന്റ് പി എന്ന് പേര് കൊടുക്കുക കേട്ടോ. എപ്പോഴും പി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിയിൽ നിന്ന് ഞാൻ 90 ഡിഗ്രി വരച്ചു. ആ 90 ഡിഗ്രിയെ ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്തു. 90 ഡിഗ്രി റേ ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ പി ഉണ്ട്, 90 ഡിഗ്രി റേയും കിട്ടി. ഇനി നിങ്ങൾ ക്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തല്ല. ദേ ടോൾഡ് യു ടു ടേക്ക് 3 സെൻറ്റിമീറ്റർ എവേ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് 3 സെൻറ്റിമീറ്റർ, 0യിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ കേട്ടോ, അത് മറക്കരുത്. 1ൽ നിന്നല്ല, 0 to 1, 1 to 2, 2 to 3 എന്നാണ് കേട്ടോ മെഷർമെൻറ്റ്. അപ്പോൾ ഇവിടെയാണ് ക്യൂ വന്നത്. ഇനി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പൊട്രാക്ടർ എടുക്കുക, ക്യൂവിൽ വെക്കുക. ക്യൂവിൽ തന്നെ വെക്കണം, മാറി വെക്കരുത്. ഇതാ, എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സെയിം 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആ 90 ഡിഗ്രി പോയിൻറ്റിനെയും ക്യൂവിനെയും ജോയിൻ ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ. ജോയിൻ ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അതാണ് നമ്മളുടെ എം എന്ന് പറയുന്നത്. വേർ പി ക്യൂ ഈസ് 3 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ടു ആൾ. അപ്പോൾ ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു, പി എന്ന പോയിന്റ് സെലക്ട് ചെയ്തു, 90 ഡിഗ്രി റേ വരച്ചു. 90 ഡിഗ്രി റേയിൽ ക്വസ്റ്റ്യനിൽ 3 സെൻറ്റിമീറ്റർ എവേ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ 3 സെൻറ്റിമീറ്റർ എവേ ക്യൂ സെലക്ട് ചെയ്തു. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ക്യൂ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂ സെലക്ട് ചെയ്തു, പി ക്യൂ 3 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ക്യൂവിലും സെയിം 90 ഡിഗ്രി വരച്ചു. ആ റേ നമ്മൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. വി ഹാവ് അനദർ ന്യൂ ലൈൻ കിട്ടി, എം എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എൽ പാരലൽ ടു എം ആൻഡ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 സെൻറ്റിമീറ്റർ ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 5.1 ആണ്. 5.1 യു ട്രൈ ടു ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ് us മൂവ് ടു നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾസ് ആണ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് പാരലൽ ലൈൻസ് പഠിച്ചു കഴിഞ്ഞു. കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണ്. നമുക്ക് ജോമെട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയ പൊട്രാക്ടർ യൂസ് ചെയ്യേണ്ടി വരും, കോമ്പസ് യൂസ് ചെയ്യേണ്ടി വരും, സ്കെയിൽ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അത് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയയാണ്. അപ്പോൾ എന്തായിരിക്കും ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? അതായത് ചില പ്രിൻസിപ്പിൾസ്, ഓക്കെ, ദാറ്റ് വി ഹാവ് ടു കൺസിഡർ ഫോർ ഡ്രോയിങ് ആണ്. ചില പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രയാങ്കിൾ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, അതിൽ മെയിനായിട്ട് വരുന്ന 4 ക്രൈറ്റീരിയൻസ് എന്ന് പറയുന്നത് ഒന്ന് SSS ക്രൈറ്റീരിയൻ എന്നാണ്. വേർഡിൽ നിന്ന് തന്നെയാണ് സൈഡ് എന്നുള്ളതാണ്. SAS എന്ന് പറഞ്ഞാൽ 2 സൈഡുകളും 1 ആംഗിളുകളും. അടുത്തത് 2 ആംഗിൾസും 1 സൈഡും. RHS എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ആണ് കേട്ടോ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ. H എന്ന് പറയുന്ന ഹൈപ്പോട്ന്യൂസ്,
ഏതെങ്കിലും ഒരു സൈഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ. ഇതാലോചിച്ച് ബോധേഡ് ആവണ്ട, ബിക്കോസ് ഇത് വെച്ചിട്ടാണ് നമ്മളിനി കൺസ്ട്രക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. അതിൽ നമ്പർ 1, ക്യാൻ യു കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ വിത്ത് ദ ഫോളോയിങ് സൈഡ്സ് ആണ്. അപ്പോൾ ക്യാൻ യു എന്ന് പറഞ്ഞതുകൊണ്ട് യുവർ ക്വസ്റ്റ്യൻ ഈസ് എയ്തർ എസ് ഓർ നോ എന്നായിരിക്കണം. ബട്ട് ഹൗ ക്യാൻ യു റൈറ്റ് എസ് ഓർ നോ ഡയറക്ട്ലി? Can you write it directly? 3 sides are given. So we have to apply the inequality that we have studied. എന്തായിരുന്നു? Sum of 2 sides is greater than the third side എന്നാണ്. 2 sides is greater than the third എന്നാണ്. greater than the third എന്നാണ്. പക്ഷേ ഇതാണ് കണ്ടീഷൻ. This condition is required for a triangle ആണ്. പക്ഷേ ഇവിടെ 10ഉം 3ഉം 4ഉം ആകുമ്പോൾ നമ്മൾ 3 + 4 എന്ന് ആഡ് ചെയ്യുമ്പോൾ തന്നെ 7 ആണ്. അത് ഗ്രേറ്റർ ആവേണ്ടടുത്ത് ഇവിടെ എന്താണ്? ഈസ് ലെസ് ദാൻ 10 എന്നാണ്. 7 ഈസ് ലെസ് ദാൻ 10 എന്നാണ്. അപ്പോൾ ട്രയാങ്കിൾ കൺസ്ട്രക്ഷൻ പോസിബിൾ ആണോ? വി കാൺട്ട് കൺസ്ട്രക്ട് എന്നാണ്. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് സം ഓഫ് 2 സൈഡ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് ആയിരിക്കണം. പക്ഷെ ഇവിടെ ലെസ് ദാൻ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ വി കാൺഡ് എന്നാണ്. അടുത്തത് നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ബി ക്വസ്റ്റ്യൻ 5, 5, 5 എന്നാണ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആകുമ്പോൾ ദിസ് ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ്. ദിസ് ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. സോ വാട്ട് ക്യാൻ വി ഡു? ഷുവർലി വി ക്യാൻ കൺസ്ട്രക്ട് ഇറ്റ്. അത് ഏത് മെഷറോ ആയിക്കോട്ടെ. ഓക്കെ, മേ ബി 2 centimeter, മേ ബി 1 centimeter, വാട്ട് എവർ ഇറ്റ് മേ ബി, വി ക്യാൻ കൺസ്ട്രക്ട് ഇറ്റ് എന്നാണ്. ക്ലിയർ ടു യു? നെക്സ്റ്റ് വി ആർ മൂവിങ് ടു കൺസ്ട്രക്ഷൻ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ വിത്ത് ദ ഗിവൺ കണ്ടീഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ വാട്ട് യു ഹാവ് ടു ഡു ഈസ്, മെയിൻലി നിങ്ങൾ കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ യു നീഡ് എ റഫ് സ്കെച്ച് എന്നാണ്. ഓക്കെ, റഫ് ഫിഗർ എന്നാണ്. ഈ റഫ് ഫിഗർ ക്യാരീസ് ഹാഫ് മാർക്ക് വേണം, മറക്കണ്ട. സോ റഫ് ഫിഗർ വരയ്ക്കുക. ഇവിടെ ഐസോസെലസ് ട്രയാങ്കിൾ എന്നാണ്. ഐസോസെലസ് മീൻസ് 2 സൈഡ്സ് ആർ ഈക്വൽ എന്നാണ്. ഈ 2 ആൾക്കാർ ഈക്വൽ ആവും. ഈ 2 ആൾക്കാർ ഈക്വൽ സൈഡ്സ് ആർ ഓഫ് ലെങ്ത് 5.6 എന്നാണ്. അപ്പോൾ ഇയാൾ 5.6 ആണ്, ഇയാളും 5.6 ആണ്. അടുത്ത ആൾ റിമൈനിങ് സൈഡ് എത്രയാണ്? 3.8. അതായത് നോൺ ഈക്വൽ അല്ലാത്ത സൈഡ് 3.8 ആണ്. നമുക്കൊരു പേര് കൊടുക്കാം. ലെറ്റ് ഇറ്റ് ബി ABC എന്ന് പേര് കൊടുക്കാം. ദിസ് ഈസ് കോൾഡ് റഫ് സ്കെച്ച് ഓർ റഫ് ഫിഗർ. ഓക്കെ, നൗ ലെറ്റ് us begin. നമ്മൾ എങ്ങനെ മൂവ് ചെയ്യുക? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്യാം. ബിക്കോസ് ദർ ആർ 3 സൈഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ടീച്ചർ ഈസ് എക്സ്പ്ലെയിനിങ് കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാങ്കിൾ വെൻ 3 സൈഡ്സ് ആർ ഗിവൺ. SSS ക്രൈറ്റീരിയൻ ആട്ടോ. അപ്പോൾ നമുക്ക് നോക്കല്ലേ, അതിൽ ഏത് സൈഡിൽ നിന്നും തുടങ്ങാം. ബിക്കോസ് യു ആർ ഗോയിങ് ടു ഗെറ്റ് സെയിം റിസൾട്ടാണ്. അപ്പോൾ ടീച്ചർ ബേസിൽ തന്നെയാണ് തുടങ്ങുന്നത്. 3.8 എന്നാണ്. അപ്പോൾ 3.8 ടീച്ചർ പറഞ്ഞു 0യിൽ നിന്നാണ് തുടങ്ങേണ്ടത്. 0യിൽ നിന്ന് തുടങ്ങിയിട്ട് 3 കഴിഞ്ഞിട്ട് ഇതാ ഈ 8th സ്മോൾ ലൈനാണ് കേട്ടോ. ഈ എണ്ണി നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത് നടുവിൽ വരുന്നത് 5 ആണ്. 6, 7, 8. ഇതാ ഈ 3rd ലൈനാണ്. കറക്റ്റ് മെഷർ എടുത്തിരിക്കണം, നിർബന്ധമാണ്. BC എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് കൊടുത്തു. ടീച്ചർ 3.8 ആണ് ലെങ്ത്ത്, അതും ടീച്ചർ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ബിയിൽ നിന്നും സിയിൽ നിന്നും നമുക്ക് എവിടെ എത്തണം? എയിൽ എത്തണം അല്ലേ. എയിൽ എത്തണമെങ്കിൽ എത്ര ദൂരം വേണം? 5.6 ആണ്. ദ ഡിസ്റ്റൻസ് നീഡഡ് ടു റീച്ച് എ ഈസ് 5.6 ആണ്. അപ്പോൾ ആ 5.6 നിങ്ങൾ കോമ്പസിലെടുക്കുക. 5 കഴിഞ്ഞിട്ട് 6th ലൈൻ ആട്ടോ. 5 കഴിഞ്ഞിട്ട് 6th ലൈൻ 5.6 ആണ്. അപ്പോൾ 5 കഴിഞ്ഞിട്ട് 6th ലൈൻ ആ മെഷർ എടുത്തിട്ട് ഇവിടെ 2 പേരും സെയിം ആണ്. അതുകൊണ്ട് സിയിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക. അതേപോലെ ചേഞ്ച് ചെയ്യാതെ ബിയിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക. കാരണം സെയിം ഡിസ്റ്റൻസ് ആണ് 2 സ്ഥലത്തു നിന്നും. അതുകൊണ്ട് 2ന്നും ഒരേ ആർക്ക് ലെങ്ത്തിൽ വരച്ചു. അപ്പോൾ അവരിവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തു. ആ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? എ എന്ന് വിളിച്ചിട്ട് A to Bയും A to Cയും സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്യാം. ദിസ് ഈസ് ദ റിക്വയർഡ് ഐസോസെലസ് ട്രയാങ്കിൾ. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു വൺ മോർ ടൈപ്പാണ്. അതായത് PQR ആണ് കൺസ്ട്രക്ഷനിൽ കേട്ടോ. PQRൻ്റെ റഫ് സ്കെച്ച് വരയ്ക്കണം, നിർബന്ധമാണ്. റഫ് വരയ്ക്കുകയാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു PQR എന്ന് പേര് കൊടുത്തു. PQR എന്ന് മാത്രമല്ല, ദേ ടോൾഡ് യു PQൻ്റെ ലെങ്ത്ത് 5, QRൻ്റെ ലെങ്ത്ത് 6, PRൻ്റെ ലെങ്ത്ത്